അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തിരുന്ന തുടരുമിൻ്റെ പ്രൊമോ സോങ് പടം റിലീസായി 3-4 ദിവസത്തിന് ശേഷം റിലീസ് ചെയ്തിരിക്കും. 100 കോടി അടിച്ചു. 100 കോടി അടിച്ചിരിക്കുന്നു. എന്നാ ഇറങ്ങിയത് 25-ാം തീയതി അല്ലേ റിലീസായത്? 5 ദിവസം അല്ലേ? 5 ദിവസം. 5 ദിവസം കൊണ്ട് 100 കോടി ഉണ്ടോ? അതായത് 30 ദിവസത്തിനുള്ളിൽ ബാക്ക് ടു ബാക്ക് 100 കോടി അടിക്കുന്ന സൗത്ത് ഇന്ത്യയിലെ ഏക നടനാണ് ലാലേട്ടൻ. അതൊരു ഭയങ്കര വലിയ അച്ചീവ്മെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രൊമോ സോങ് വന്നിട്ടുണ്ട്. നമുക്ക് പ്രൊമോ സോങ് ഒന്ന് കണ്ടു നോക്കാം. ഈ പാട്ടിനെ പറ്റി ഇവർ എല്ലാവരും ഭയങ്കരമായിട്ട് ഹൈപ്പാക്കിയിട്ടുണ്ട് ഇല്ലേ? അതെ, മോഹൻലാലിൻ്റെ ഒരു ഹിറ്റ് പടത്തിൽ മോഹൻലാൽ, MG ശ്രീകുമാർ ഈ കോംബോയിലൊരു അടിച്ചുപൊളി പാട്ട്. അതെ, അത് പടത്തിൽ വെക്കാൻ പറ്റാഞ്ഞിട്ട് അവരത് ഒരു പിന്നീട് ആരൊക്കെയാ പറഞ്ഞത്, ഞാൻ കൂടെ കണ്ട ആരൊക്കെയാ പറഞ്ഞത് ആ പാട്ട് ഒരു പാട്ടിങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതെന്ത് ചെയ്യാന്ന് ചോദിച്ചായിരുന്നു. പക്ഷെ ഞാൻ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇനി അത് പടത്തിന്റെ ആദ്യം എവിടെയെങ്കിലും ചിലപ്പോൾ വെക്കാൻ പറ്റുമായിരിക്കും അല്ലേ? തുടക്കത്തിൽ എവിടെയെങ്കിലും ചിലപ്പോൾ വെക്കാൻ പറ്റുന്ന സാധനമായിരിക്കും. അപ്പൊ ഏതായാലും നമുക്ക് പാട്ടൊന്ന് കേട്ടു. നമ്മള് വന്നതേ ഉള്ളൂ. പാട്ടിട്ട് കേട്ടാ. പ്രമോ ആയിട്ട് തന്നെ ഷൂട്ട് ചെയ്തേക്കല്ലേ? പവർ പോലെ ലൂസിഫറിന്റെ ജംഗിൾ പൊളിയാണ്. തരുൺമൂർത്തി ഇപ്പൊ കണ്ടിട്ട് പകുതി ലാലേട്ടനെ പോലെ ശരിയല്ല, ഒരു ചരിയൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ പുള്ളി അല്ലേ? പടത്തിലെ ലുക്കിനേക്കാൾ ചെറുപ്പമായിട്ട് തോന്നുന്നു. ശോഭനല്ലേ? ശോഭനയും കുറച്ചുകൂടല്ലേ? അവരുടെ ഷൂട്ട് വേറെ ഉത്സവം. ആരൊക്കെ അല്ല ഡാൻസേഴ്സ്. തർമൂർത്തിയുടെ മോനാണോ? തർമൂർത്തിയുടെ മോനാണോ? അത് ആരൊക്കെയാണെന്ന് കണ്ടില്ലല്ലോ. അയ്യോ, ഫുൾ ടീം ഉണ്ടല്ലേ? ഫുൾ ടീം ഉണ്ട്. ഇത് പിന്നീട് അവര്
കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്താണോ? അല്ലല്ലോ, ഇറങ്ങി കഴിഞ്ഞല്ല, നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട്. നേരത്തെ ഷൂട്ട് ചെയ്താ, റിലീസിന് മുമ്പ് ഷൂട്ട് ചെയ്താ. പക്ഷെ അത് പടം കഴിഞ്ഞിട്ട് റിലീസ് ചെയ്തുള്ളൂ എന്ന് പറഞ്ഞ് വെച്ചിരുന്ന കാര്യം. മറ്റേ ഇപ്പം ഇങ്ങനൊരു പാട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കേ ആൾക്കാർ ചിലപ്പം പടത്തിന്റെ മൂഡ് കുറച്ചുകൂടെ ഇതാകും. അല്ല, ഞാൻ ചോദിച്ചെന്താന്ന് വെച്ചാൽ ഇതിന്റെ വിഷ്വൽസ് വെച്ചിട്ടേ പടത്തിലിടാനുള്ള പ്ലാൻ ഇല്ല എന്നുള്ളത് നേരത്തെ തീരുമാനിച്ചു. അതെ, അതായത് ഈ പാട്ട് ഓൾറെഡി ചെയ്തിട്ട് ഈ പാട്ട് തന്മൂർത്തിക്ക് ഇപ്പം ആക്ച്വലി പടത്തിൽ വെക്കാൻ സ്പേസ് ഇല്ല. അപ്പം പക്ഷേ ഈ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ട് ലാലേട്ടൻ പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞതിന്റെ പേരിൽ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞ്. അപ്പോൾ മോഹൻലാലിനെ മാത്രം വെച്ച് ഷൂട്ട് ചെയ്യാനുള്ള പ്ലാനായിരുന്നു. അപ്പം ശോഭന ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരും ഇന്നായി ചെയ്യാമെന്നുള്ള ലൈനിലേക്ക്. അല്ലല്ല, കൊറിയോഗ്രാഫി ചെയ്തേക്കുന്ന ബൃന്ദ മാസ്റ്റർ, പിന്നെ ജെക്സ് ബിജോയ് മ്യൂസിക്കൽ. അതായത് ഒരു ബാങ്കർ ഐറ്റമാണ് ഇതിപ്പം. മറ്റേ ഇപ്പം റീലിലൊക്കെ കണ്ടോണം, ഇപ്പം റീലിൽ കയറുന്ന സാധനം ആ ഹുക്ക് ഉണ്ടല്ലോ, ആ ഹുക്കാണ് അപ്പം കൊണ്ടാട്ടോ. അപ്പം ആ ഹുക്ക് ഡെഫിനറ്റ്ലി റീലിലൊക്കെ കയറി പോകുന്ന ഐറ്റമാണ്. പിന്നെ ഇവര് ഇനിഷ്യലി പറഞ്ഞത് ഒരാഴ്ച കഴിയുമ്പോൾ ദുബായിൽ ഒരു കൊണ്ടാട്ടറാണ്. റീൽ ചെയ്യുന്നുണ്ടോ? ആണോ? ഞാൻ കണ്ടില്ല. ഒരു ഡാൻസ് ഒക്കെ ഇപ്പൊ ഈ പാട്ട് വെച്ചിട്ട് റീൽ ചെയ്ത് കഴിഞ്ഞാൽ കൊളുത്തും. മുണ്ടൊക്കെ എടുത്ത് ഇതേപോലെ സാധനം പിടിച്ച താടിയൊക്കെ കൊള്ളായിരുന്നു. ഞാൻ ആലോചിച്ചപ്പോ ഈ പാട്ട് പടത്തിൽ ഇപ്പൊ ഇനിഷ്യൽ എവിടെയെങ്കിലും തുടക്കത്തില് ഇൻട്രോ ആ ഏരിയയിൽ എവിടെയെങ്കിലും ചുമ്മാ വെച്ചതിന് കുഴപ്പമില്ല. ഫ്ലാഷ് ബാക്ക് മുരുകൻ ആണല്ലോ അപ്പൊ പടം ത്രോട്ട് മുരുകന്റെ ഒരു ഇതുണ്ട്. അതാ പറഞ്ഞ തുടക്കത്തിലേ ഇപ്പം എവിടെയെങ്കിലും ഒക്കെ ചുമ്മാ വെച്ചാലും വലിയ പ്രശ്നം. കാരണം തിയേറ്റർ വരുമ്പോഴേ ഇതുകൂടെ ആകുമ്പോഴത്തേക്ക് ഫുൾ പാക്കായി. ഫുൾ പാക്കേജ് ആയില്ലേ? പക്ഷെ രണ്ട് മറ്റേ പടത്തിന് ഇത് ടോണ്ടത്തൊക്കെ മറ്റേ ഇവിടെ ഭയങ്കര കോൺട്രാസ്റ്റ് ആണ്. പക്ഷെ എന്നാലും തിയേറ്ററിൽ പടം കാണാൻ വരുന്ന ഒരു മെജോറിറ്റി ഓഫ് ഓഡിയൻസിനും ഇതൊരു ഏത് പടത്തിലാണ് വൈബായിരിക്കും. രജനീകാന്തും മറ്റേ അമിതാഭ് ബച്ചനും ഉള്ളൊരു പടത്തില്ലേ, വേട്ടയുടെ അകത്ത് ചേച്ചി ഇവിടെ ചോദിക്കുമ്പോഴത്തേക്കും ഉത്സവത്തിന് മനസ്സിലായ പാലയിലൊക്കെ അത് തന്നെ അത്രേ ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് പടം വേറെ മൂടാണ്. പക്ഷെ അത് പടത്തിനകത്ത് അത് കല്ലുകടി എന്ന് പറഞ്ഞാലും നമ്മൾ പടം തുടങ്ങുമ്പോൾ നമ്മൾ ഈ മൂഡിലായിരിക്കുമല്ലോ. ഇപ്പോഴും നമ്മൾ സിനിമ തുടങ്ങുമ്പോൾ ഒരു വൈബ്, പോസിറ്റീവ് വൈബിലല്ലേ? ആ വൈബിൽ ചിലപ്പോൾ ഇതങ്ങ് പോയേനെ. പിന്നെ തരുമൂർത്തിയുടെ ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ ലാലേട്ടനൊപ്പം ഡാൻസ് കളിക്കണം. മനസ്സിലായി? അല്ല, അത് മറ്റേ നമ്മുടെ മരിച്ചുപോയ എഡിറ്റർക്കും ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു ലാലേട്ടനൊപ്പം ഒരു സീനിൽ. അത് പുള്ളി എഡിറ്റർ മറ്റേ ഇവര് വണ്ടി മറ്റേ ഈറ്റ കൊണ്ടുവരുന്ന വണ്ടി ഓടിക്കുന്നില്ലേ കാട്ടിലെ സീൻ നിർത്തിയിട്ടിരുന്നപ്പം അപാര കഴിവുള്ള മനുഷ്യനാണല്ലോ പറയുന്നത്. അതെ, പക്ഷെ പുള്ളിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഷൂട്ട് കഴിഞ്ഞ് പോയിട്ട് പിറ്റേ ദിവസം പുള്ളി മരിക്കുന്നത്. സംഭവം കൊള്ളാം, പരിപാടി കൊള്ളാം. ഇപ്പൊ ട്രെൻഡിങ് സോങ് ആവും ഇപ്പം. പിന്നെ ഒരു വലിയ തമാശ അറിയോ, നമുക്കിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ അറിയണം. കാര്യം കോപ്പിറൈറ്റ് അടിക്കും. കോപ്പിറൈറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട്. തരുമൂർത്തി ചേട്ടല്ല, സോണി മ്യൂസിക് അത് ഇതുപോലെ ഇരിക്കട്ടെ. അവര് നോക്കുമ്പോഴത്തേക്ക് 2000 സബുള്ള ഒരു ചാനൽ അടിയടാ കോപ്പിറൈറ്റ്. അല്ല, അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഇട്ടും നമുക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ അവർ കാണിക്കും. ചിലപ്പോൾ നമുക്ക് മറ്റേ ഫ്രീ ടു യൂസ് ആയിരിക്കും. നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിത് വീഡിയോ പോകും. നമുക്കത് മതി. നമുക്ക് മോണിറ്റൈസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. 4 പേര് കാണട്ടെ. പടത്തിന്റെ റിവ്യൂ നമ്മൾ രണ്ടും പറഞ്ഞു. അതെ, എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പടം പൊളി. അതെ ഞങ്ങളുടെ റിവ്യൂവില് ആൾക്കാർ വന്ന് കമന്റ് അടിക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇരിക്കട്ടെ ഒരു കുതിരപ്പോ നിങ്ങൾക്കും. മുട്ടിൽ മുറിവ്. ഫുൾ പോസിറ്റീവ് അല്ലേ പറഞ്ഞേ പടത്തിനെ പറ്റി? ഞങ്ങൾ പോസിറ്റീവ് ആണ് പറഞ്ഞത്. ഞങ്ങൾക്ക് വർക്കാവാത്ത കാര്യങ്ങളെ പറ്റി ഞങ്ങൾ ദടിക്കിരിക്കുന്ന ആള്. എടാ, പടത്തില് പോസിറ്റീവും നെഗറ്റീവും ആയിട്ടല്ല ഞങ്ങൾ പറഞ്ഞത്. ഇപ്പം നമ്മളിങ്ങനെ ഫിലിം മേക്കിംഗ് ഇഷ്ടമുള്ളത് കൊണ്ട് അത് അങ്ങനെ ആയിരുന്നെങ്കിൽ രസമായിരുന്നെങ്കിൽ അങ്ങനെ കുറച്ച് ചുമ്മാ ബെറ്റർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ. ബെറ്റർ ഒന്നും ഒന്നുമല്ല, വേറൊരു ചിന്ത അത്രേ ഉള്ളൂ. മോശമാണോ നമുക്ക് പറയാം. അതെ, ഇപ്പം നമ്മളുടെ ഒരു തോട്ടാണ് നമ്മൾ പറയുന്നത്. അത്രേ ഉള്ളൂ. അത് നന്നാവണമെന്ന് ഒരു നിർബന്ധമില്ല. നന്നാവാൻ മോശമാവാം, അത്രേ ഉള്ളൂ. ഇങ്ങനെ എനിക്ക് തോന്നി എന്ന് പറഞ്ഞാൽ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇപ്പം നമുക്കിപ്പോൾ പടം ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ ഒരു കൂട്ടം ആൾക്കാർക്ക് ഒരു മോപ്പ് മെന്റാലിറ്റി ഉണ്ടല്ലോ. ഇപ്പം ലാലേട്ടൻ്റെ പടം ഒരു നല്ല പടമാണെങ്കിൽ അതിനെ മോശം പറയാൻ പാടില്ല. ഇപ്പം ഫേസ്ബുക്കിൽ ഉൾപ്പെടെ നമ്മളൊരാൾ ഇതുപോലെ കുറച്ച് മിക്സ്ഡ് റെസ്പോൺസ് ഇട്ട് അതിൻ്റെ താഴത്തെ കമന്റ് മൊത്തം എന്താണെന്നറിയോ? അതായത് ഈ അമ്മയെ തല്ലിയ 2 വർഷമുണ്ട്,
അങ്ങനെയുണ്ട് ചിലരെന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കമന്റിനകത്തുണ്ടായിരുന്നത് അതായത് അതുകൊണ്ട് പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ മമ്മൂട്ടി ഫാനാണെന്നുള്ള, കാരണം ഇപ്പം രണ്ടുപേരുടെയും ഫാൻ ആവുന്ന ഒരു വ്യക്തി എന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ്. ഇവിടെ വിജയിച്ചാൽ അതിനെന്തെങ്കിലും കുറ്റമുണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ അത് മോഹൻലാൽ അങ്ങനെ. നമ്മുടെ കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫിലിം മേക്കിങ്ങിനോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അത് അങ്ങനെയൊക്കെ പറയുന്നത്. ഇപ്പൊ ഒരു കഥ കേൾക്കാൻ വേണ്ടി പോയിരിക്കുന്ന ഒരാൾക്ക് ഒരു നല്ല കഥ കിട്ടി, ഒരു നല്ല കഥ കിട്ടി, നല്ല അഭിനയം കിട്ടി, പണ്ട് കണ്ട് ശീലിച്ച മോഹൻലാലിനെ കിട്ടി, പിന്നെ ഒരു വലിയ ശതമാനം ഓഡിയൻസ് ഉണ്ട്, ഈ പറയുന്ന ഒരു 50+ ഓഡിയൻസ്. അപ്പൊ അവർക്ക് കാണാൻ പറ്റുന്ന ഒരു ജോൺർ ഓഫ് ഫിലിം ഉണ്ട് മലയാള ഫാമിലിയാ കൂടുതലും വരുന്നത്. ഞാൻ ഇന്നലെ രണ്ടാമത് കണ്ട്, ഞാൻ 2 വട്ടം കണ്ട്. ഞാൻ കയറിയപ്പോൾ ഒരു 45 to 50 ഏജുള്ള ടീംസാ കൂടുതൽ ആൾക്കാർ. ഇന്നലെ ഞാൻ അമ്മയായിട്ട് പോയി പടം കാണാൻ. അപ്പൊ അമ്മക്ക് ഭയങ്കരമായിട്ട് വർക്കായി. അമ്മ വരെ ലാസ്റ്റ് കൊല്ലവരെ ആ വൈബ. അപ്പൊ നമുക്ക് മനസ്സിലായി അവരാണ് കറക്റ്റ് ഓഡിയൻസ്. ഞാനൊരു കൊച്ചിന്റെ ഇത് കണ്ടായിരുന്നു, മോഹൻലാലിനെ പോലീസ് കൊണ്ടുപോകുന്ന മോഹൻലാലിന്റെ അമ്മമാര് കള്ളന്മാരല്ല. അപ്പം അല്ല, ആ ഓഡിയൻസിന് തിയേറ്ററിൽ പോയി കാണാം എന്ന് തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് ഫിലിംസ് കുറയുന്നുണ്ട്. കൂടുതൽ യൂത്തിനെ ടാർഗറ്റ് ചെയ്തുള്ള സിനിമകളുടെ ഒരു വലിയ നിറയുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇത് എനിക്ക് പറ്റുമല്ലോ എന്ന് തോന്നുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ഓഡിയൻസും കണക്ട് ആവുന്നില്ല. ആ ഏജ് ഗ്രൂപ്പിനെ തിയേറ്ററിലോട്ട് വരാനായിട്ടല്ലേ ഈ OTT ഒക്കെ വന്ന പിന്നെ അവരെ വീട്ടിൽ പടം കാണും. ഇപ്പൊ മറ്റേ തിയേറ്റർ റെസ്പോൺസിൽ കൂടുതലും അവരുടെ ആ ഏജ് ഗ്രൂപ്പിന്റെ. അതെ അതെ. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവര് തിയേറ്ററിലെത്തുന്നത് മൗത്ത് പബ്ലിസിറ്റി കൊണ്ടാണ്. അവര് മൊബൈലിൽ നോക്കുമ്പം ഫേസ്ബുക്കിൽ ഇങ്ങനെ ഈ പടം ഇത്ര അങ്ങനെ വരുന്നതല്ല. കാരണം അവര് വരണമെങ്കിൽ ഈ പടം 100 കോടി അടിച്ച് 200 കോടി അടിച്ചെന്ന് പറഞ്ഞാൽ അവർ വരത്തില്ല. അവര് വരണമെങ്കിൽ അവർക്ക് കാണാനുള്ള ഒരു മെയിൻ റീസൺ ആണ് ഈ മോഹൻലാൽ. കുടുംബശ്രീയിലെ എല്ലാരും പറയുന്നു ഇങ്ങനെ പടം അതാണ്. അതായത് ഇവര് പറയുന്ന സംഭവം ഫാമിലി ആയിട്ട് വന്നെന്ന് കാണാൻ പറ്റുന്ന അവരെല്ലാരെയും ഇവർക്ക് ഒരുപാട് നാളായിട്ട് കണ്ടോണ്ടിരിക്കുന്നല്ലേ. അപ്പൊ അതുകൊണ്ട് വീണ്ടും സ്ക്രീനിൽ കാണാനുള്ള ആഗ്രഹത്തിലാണ് എല്ലാവരും വരുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇതേ സ്ട്രീക്ക് തുടരാൻ പോകുന്നത് ഹൃദയപൂർവ്വം എന്ന പടത്തിലായിരിക്കും. അപ്പൊ സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിൽ വീണ്ടും ഒരു പടം വരുന്നു. അപ്പൊ അതിലും ഈ പറഞ്ഞ ഫാമിലി ഓഡിയൻസിന് വേണ്ടിയുള്ള ഒരു സിനിമയാണ്. ഉറപ്പായിട്ടും 2025 ഏട്ടന്റെ കയ്യിൽ ഏട്ടൻ തൂക്കി ആ സ്ഥലം 300 കോടി. അതിന്റെ കഥ ആരാടാ ഹൃദയപൂർവ്വം? മകനല്ലേ എഴുതിയ? എനിക്കറിയില്ല, അത് ആണെന്ന് തോന്നുന്നു. സോ അപ്പോൾ ഇനിയും സിനിമ കാണാനുള്ളവർ തിയേറ്ററിൽ പോയി കാണുക, ധൈര്യമായിട്ട് പോയി കാണുക, ഫാമിലിയായിട്ട് പോയി കാണുക. ഫാമിലി ഓഡിയൻസിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ എല്ലാ തരം ഓഡിയൻസിന് വേണ്ടിയുള്ള ഒരു സിനിമയാണ്. ലാലേട്ടന്റെ വിരുന്നാണ്. പോക്ക് കണ്ടിട്ട് 100 കോടി 100 കോടി നിൽക്കില്ല. 100 കോടി നിൽക്കില്ല. അതെ അതെ അതെ. ഇപ്പോഴും നല്ല ബുക്കിംഗ് ഉണ്ട്. സോ അപ്പോൾ തുടരുന്നോണ്ടേയിരിക്കും എന്ന് പറയുന്ന പോലെ.